ഹലോ ഹായ്, ഞാൻ വീണ്ടും വന്നു. ഒരു വീഡിയോ കണ്ടു കേട്ടോ. ഇപ്പോ ഞാൻ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഈ ചിലപ്പോ ഇത് കട്ടായി കഴിഞ്ഞാൽ ഇതിന്റെ അൽഗോരിതം അങ്ങനെ അങ്ങ് ഡിലീറ്റ് ആയി പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ടിട്ട് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കില്ല, ഇത് ഞാൻ ഇട്ട വീഡിയോസുകൾ ഡിലീറ്റ് ചെയ്തു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഒന്നും വെച്ച് കളയരുത്. ഒരേ കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും പറയാൻ വേണ്ടി വരുന്നത്. ഇപ്പോ അഖിൽ മാരാർ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി അതിനകത്ത് വന്നിട്ട് ഇങ്ങനെ കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ടിട്ട് ചാനൽ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കാൻ വന്നു എന്നും അത് കാരണം ആരോ വഴി സമീപിച്ചു. അപ്പോ അവര് പറഞ്ഞു ഇത് ഇവിടെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവണം, കിടന്നു കൊടുക്കണം എന്ന് പറഞ്ഞു. താങ്ക് യു അഖിലേട്ടാ ഇങ്ങനൊരു കാര്യം വെളിച്ചത്ത് കൊണ്ടുവന്നതിന് എന്നൊക്കെ. ഒരുപാട് കേസുകൾ കാസ്റ്റിംഗ് കൗച്ചിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട്. അഖിൽ 100ഓളം അഖിലെ, ഞാൻ 1000ഓളം സ്ത്രീകളെ കൊണ്ടുവരാം. അത്തരത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത ആളുകളെ ഞാൻ 1000ഓളം സ്ത്രീകളെ കൊണ്ടുവരാം. ഈ വിഷയത്തിലും അഖിൽ മാരാർ ഒരു കാര്യം മനസ്സിലാക്കണം. അഖിൽ മാരാറിന്റെ മാനിപ്പുലേഷനൊക്കെ അഖിൽ മാരാർ അവിടെ നിർത്തിയിട്ട് ബിഗ് ബോസിനകത്തുള്ള മത്സരാർത്ഥികളായിട്ടുള്ള സ്ത്രീകളെ പറഞ്ഞില്ലേ? താൻ ഫസ്റ്റ് ഇട്ട വീഡിയോയിൽ പറഞ്ഞത് ബിഗ് ബോസ് മത്സരാർത്ഥികളായിട്ടുള്ള സ്ത്രീകളെ പറ്റിയിട്ടാണ്. താൻ ആദ്യം അതിന് ബദലടിക്കുക, അതിനുള്ള റിപ്ലൈ താ. ഓക്കെ, ഞാൻ എന്തുകൊണ്ട് അഖിൽ മാരാർ പ്രതികരിച്ചത്? ഞാൻ പ്രതികരിച്ചത് ബിഗ് ബോസ് മത്സരാർത്ഥികളായിട്ടുള്ള സ്ത്രീകൾക്കെതിരെ അഖിൽ മാരാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ്. ഓക്കെ, ബിഗ് ബോസ് മത്സരാർത്ഥികളായിട്ടുള്ള സ്ത്രീകൾ കിടന്നു കൊടുക്കുന്നു എന്നും സ്ത്രീകളെയും പെണ്ണുങ്ങളെയും എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിച്ച് സംസാരിച്ച കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ലൈവ് വരുന്നത്. ഞാൻ ഇത് ഏറ്റുപിടിക്കില്ലായിരുന്നു. അതിന് റീസൺ ഞാൻ ബിഗ് ബോസ് സീസൺ 1 കണ്ടസ്റ്റന്റ് ആയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ സാധനം ഏറ്റുപിടിച്ചത്. അഖിൽ മാരാർ മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങ് പോവല്ലേ. ഉച്ചക്കിട്ട വീഡിയോയിലും അഖിൽ മാരാർ ഏഷ്യനെറ്റിന്റെ മുൻ വിഷയമായി എന്തോ ഈ ബിഗ് ബോസ് ബന്ധമില്ലാത്ത വേറെ ഏതോ ഒരു വിഷയത്തിൽ ഒരു സ്ത്രീയുടെ പേരും പറഞ്ഞുകൊണ്ട് അഖിൽ മാരാർ ഒരു പോസ്റ്റ് ഇട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പൊട്ടന്മാരായിട്ടുള്ള നിന്റെ ഓഡിയൻസ് വന്നിരുന്ന് അത് കേൾക്കും. അഖിലേട്ടൻ ഉയർ, അഖിലേട്ടൻ സൂപ്പർ, അഖിലേട്ടൻ പൊളി എന്നൊക്കെ പറയും. ബട്ട് ഞാൻ പറയുന്നത് അഖിൽ മാരാർ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പെണ്ണുങ്ങള് കിടന്നു കൊടുത്ത കഥ പറഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞുതരാം അഖിലേ, നീ പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പെണ്ണുങ്ങളെ കിടന്നു കൊടുത്ത കഥയാണ് അഖിലേ. ആ കഥ അത് ആര് ചെയ്തു? ഏത് പെണ്ണുങ്ങൾ? എത്രയോ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള പെണ്ണുങ്ങൾ മുൾമുനയിൽ നിൽക്കുന്ന രീതിയിലാണ് അവരുടെ ഇൻബോക്സിലും പബ്ലിക്കിലും ഒക്കെ വരുന്ന മെസ്സേജുകൾ വളരെ റോങ് ആണ് അഖിലേ. നീ ഇനി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ നീ ഭയങ്കര മഹാനാണ് കേട്ടോ. നീ ഭയങ്കര സൂപ്പർ മഹാനാണ്. അയ്യോ, പെണ്ണുങ്ങളെ കാര്യത്തിൽ കൺസേൺ ആയിട്ട് ഒരു കുട്ടീനെ കൊണ്ടുവന്നിട്ട് ആ കുട്ടീന്റെ അവസ്ഥയൊക്കെ നീ പറയിപ്പിക്കുന്നു. ഇവിടെ ഒരുപാട് പീഡനങ്ങൾ, ഇവിടെ സ്ത്രീ പീഡനങ്ങൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഘോരഘോരം പ്രസംഗിക്കുന്ന അഖിൽ മാരാറെ, ഇവിടെ ഒരുപാട് പീഡനങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, ഒരുപാട് സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അഖിലിന്റെ കൺസേൺ സൂപ്പറാണ് അഖിലെ. ദിലീപിനെ പോലെ ഒരാളിനെ സപ്പോർട്ട് ചെയ്തിട്ട് അവിടെ വിക്ടിമായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അഖിലെ, അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അഖിലെ. അത് അവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടല്ലേ അഖിലിന് എത്ര വീഡിയോകൾ? 100 അല്ല, ഞാൻ 1000 വീഡിയോ ഇട്ടുതരാം. കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ട് ഏഷ്യനെട്ടോ ഇനി മനോരമയോ ഇനി ഏത് ചാനലിലോ അല്ലെങ്കിൽ ഏത് സിനിമകളിലോ കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ട് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള സ്ത്രീകളെ ഞാൻ കൊണ്ടുവരാം. അഖിൽ മാരാർ 100 കൊണ്ടുവന്നാൽ ഞാൻ 1000 കൊണ്ടുവരാം അഖിൽ മാരാർ. കാരണം ഞാൻ ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ സ്ത്രീകളുടെ അവസ്ഥകളെ ചൂഷണം ചെയ്യോ അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കാതെ ഞാൻ ഇരിക്കില്ല. എന്നെ കുറെ പേര് നിന്റെ അക്കൗണ്ടിന്റെ അടിയിൽ ടാഗ് ചെയ്തിട്ട് വിളിക്കുകയാണ്, ചേച്ചി ഇങ്ങോട്ട് വാ, ഇതിനിപ്പൊ എന്താ പറയാനെന്ന്. മക്കളെ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് ഹൗസിലെ സ്ത്രീകളെ പറ്റിയിട്ട് അഖിൽ മാരാർ പറഞ്ഞ വിഷയമാണ്. നിങ്ങൾ ചെവി തുറന്ന് കേൾക്കൂ. അഖിൽ മാരാർ ബിഗ് ബോസ് ഹൗസിനകത്ത പെണ്ണുങ്ങൾ കിടന്നു കൊടുക്കുന്ന കഥ പറഞ്ഞിരുന്നു. നിങ്ങൾ അത് വല്ലതും കേട്ടായിരുന്നോ? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അഖിൽ മാരാറിനെ പുകഴ്ത്തി അണ്ണന് നല്ല രീതിയിൽ ഒരു മറ്റേ പൂവും പുടവയൊക്കെ കൊടുത്ത് നിങ്ങൾ നല്ലോണം അണ്ണനെ ഒന്ന് താലോലിച്ച് കൊണ്ടുപോതാ. ഇത് പെണ്ണ, ഇത് വേറൊരു സാധനം, വേറൊരു ജീന. എനിക്ക് മറ്റേ മാസമൊന്നും വരത്തില്ലടാ. ഞാൻ പറഞ്ഞില്ലേ, വെളിച്ചപ്പാട്ടിന്റെ തുള്ളാനുള്ള സാധനം ഇല്ലാത്തതുകൊണ്ട് എന്റെ കയ്യിൽ മറ്റേ ഇതാണ്, ചട്ടുകമാണ്. ഈ ചട്ടുകം മാത്രമേ ഉള്ളൂ എന്റെ കയ്യിൽ. അപ്പൊ തോന്നുന്നു സ്ത്രീകൾ ചട്ടുകമൊക്കെ വെച്ചിട്ടാണ് ഇരിക്കണമെന്ന്. അങ്ങനത്തെ സാധനം കൊണ്ടൊന്നും വരരുത് കേട്ടോ. കാരണം വെളിച്ചപ്പാട്ടിന്റെ കത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സാധനത്തിന് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. മാസ് BGM ഇട്ടോളണം കേട്ടോ, നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ.
എടെ നാണമില്ലാത്തവരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്റെ അടുത്ത്. കുറെ പെണ്ണുങ്ങൾ ഇതിനകത്ത് വിക്ടിമൈസ്ഡ് ആയിട്ട് കിടക്കുവാണ്. ഇവൻ ഇനി എന്തൊക്കെ ചവറകൾ കൊണ്ടുവന്നാലും അഭിമാനത്തോടുകൂടി, ആർജവത്തോടുകൂടി, ഉറച്ച വിശ്വാസത്തോടുകൂടി പറഞ്ഞ സ്ത്രീയെ സല്യൂട്ട് എന്നൊക്കെ പറഞ്ഞില്ലേ? ആ വീഡിയോയിൽ തന്നെ എന്താ ആ വീഡിയോക്കകത്ത് ആ പെൺകുട്ടി വന്ന് വളരെ സമാധാനത്തിൽ ആ കുട്ടി ഒരു കഥ പറഞ്ഞു. ഇതുപോലെ ബിഗ് ബോസിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നപ്പോ ഇങ്ങനെയാണ് അറിഞ്ഞത്. എവിടെന്നറിഞ്ഞ്? ആര് പറഞ്ഞ്? ആരെന്ത് ചെയ്ത്? ചോദ്യം വരും, ഉറപ്പായിട്ട് ചോദ്യം വരും. അത് ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു വീഡിയോ വരുമ്പോ ചോദ്യം വരും. റീസൺ ഇതിനകത്ത് അഖിൽമാരാർ ഫസ്റ്റ് ഇട്ട വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ബിഗ് ബോസ് ഹൗസിനകത്തുള്ള സ്ത്രീകളെ പറ്റിയിട്ടാണ്. ഇപ്പോഴും പറയാണ് നീയൊക്കെ ഇനി എന്തൊക്കെ ഉണ്ടാക്കാൻ നിന്നാലും ശരി തന്നെ. അഖിൽമാരാർ പറയാനുള്ള റീസൺ ഇവിടത്തെ സ്ത്രീകളെ പറ്റി പറഞ്ഞതാണ്. ബിഗ് ബോസ് ഹൗസിനുള്ളിലെ സ്ത്രീകളെ പറ്റി പറഞ്ഞ വിഷയത്തിനാണ് അഖിൽമാരാറിന്റെ റെസ്പോണ്ട് വേണ്ടത്. അത് പറയാത്തടത്തോളം അഖിൽമാരാർ പറഞ്ഞേ പറ്റുള്ളൂ. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നീ ഇനി എന്തൊക്കെ കാര്യം നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി കുറെ മാനിപ്പുലേഷൻസ് നീ നടത്തും. നീ ഒരു കാര്യം ചെയ്യും, എന്തായാലും ആ സ്ത്രീക്ക് ഒരു പ്രശ്നം വന്നില്ല, അവർക്ക് പോയിട്ട് നീതി വാങ്ങിച്ചു കൊടുക്കും. എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ കൊണ്ടുപോയി കേസൊക്കെ ഫയൽ ചെയ്യിപ്പിച്ച് കാര്യങ്ങളൊക്കെ നീ എന്തായാലും ചെയ്യണം. ഓക്കെ, കളിയാക്കി പറഞ്ഞതല്ല, സത്യസന്ധമായിട്ട് പറഞ്ഞതാണ്. ഇനിയിപ്പം ഒരു വിക്ടിമായിട്ട് ഒരു കുട്ടി വന്നൊരു കാര്യം സംസാരിക്കുമ്പോൾ ആ കുട്ടിയെ നമ്മൾ നോക്കാതെ കാണാതെ പോയി എന്നൊന്നും വിചാരിച്ചു കളയരുത്. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ജയ് വിളിച്ചോളൂ, നിങ്ങൾ ആർക്ക് വേണമെങ്കിലും പാട്ട് പാടിക്കോളൂ, സ്തുതി പാടിക്കോളൂ, നിങ്ങൾ ഘോരഘോരം പ്രസംഗിച്ചോളൂ. ഇവിടെ ഞാനെന്ന് പറയുന്ന വ്യക്തി ഇരിക്കുന്നത് എന്റെ എത്തിക്സിന് നിരക്ക, എന്റെ നിലപാടുകൾ പറയാനാണ്. ഓക്കെ, അവിടെ എന്തോ എഴുതുകൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങൾ അറിയാമെങ്കിലും പറയാതിരിക്കുന്ന, എന്തറിയാമെങ്കിലും അറിയാമെന്നുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് കിട്ടിയത്. മനസ്സിലായ? തെളിവുകൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ പെടരുത്. ഇതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടാവണം. കൃത്യമായ തെളിവുകൾ ഉണ്ടായി, ഇതിനൊരു പ്രൂഫ് ഉണ്ടായി. ആ പ്രൂഫ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുത്തേ മതിയാവുള്ളൂ. അഖിലിന്റെ വായിൽ നിന്ന് വന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നിങ്ങൾ പറയ്, ഞാൻ ഇത് അലിഗേഷൻ ആയിട്ട് കേട്ടത്, ഇത് എന്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്കാണ്, നിങ്ങൾ ആ വിഷയം വിട് എന്ന് പറ. എന്തിനാണ് നിങ്ങൾ ബിഗ് ബോസ് ഹൗസിനകത്ത് സ്ത്രീകളെ പിടിച്ചേക്കുന്നത്? ആ വിഷയം നിങ്ങൾ പറയേ. മനസ്സിലായോ? ആ വിഷയം നിങ്ങൾ പറയേ. നിങ്ങളിത് ആരോടാണ് ഇതാക്കുന്നത്? എടാ, എന്തൊരു ഒരു പയ്യന്റെ ഒരു കമന്റ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കമന്റ് ആണ്. ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മോശം മത്സരാർത്ഥി ദിയാസന ചേച്ചി തന്നെയാണ്. അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച് മോൻ, താങ്ക് യു സോ മച്ച് കേട്ടോ. ഞാനിപ്പോ ബിഗ് ബോസ് ഇതിനകത്തെ മത്സരാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് കുറെ അപ്രീഷിയേറ്റ്സ് വാരി കൂട്ടാൻ വേണ്ടി വന്നല്ല. 3 ദിവസമായിട്ട് ഈ വിഷയത്തിന്റെ മേൽ പ്രതികരിച്ചതിന്റെ പേരിൽ വീണ്ടും സൈബർ ബുള്ളിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. അതുകൊണ്ടിട്ട് എനിക്കൊരു ഉളുപ്പുമില്ലാതെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് മറ്റു രീതിയിൽ മറ്റാളുകളൊക്കെ ആർട്ടിസ്റ്റുകളായിരിക്കും, അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള കരിയറുകൾ, അവരുടെ ലൈഫിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കര കൺസേൺ ആയിരിക്കും. ഐ എം നോട്ട് ദ പ്രോബ്ലം. ഓക്കെ, ഞാനൊരു ആക്ടിവിസ്റ്റ് ആണ്. എനിക്കിത് പ്രതികരിക്കണമെന്ന് തോന്നി ഞാൻ പ്രതികരിക്കും. ഇത് ഞാനേ പ്രതികരിക്കത്തുള്ളൂ, പ്രതികരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പല കണ്ടസ്റ്റൻസ് സീസൺ 5 2-3 കണ്ടസ്റ്റൻസ് അവരുടെ അവസ്ഥകളെ പറ്റിയിട്ട് അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വായിച്ചോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ എന്തായാലും വായിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങളത് മനസ്സിലാക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ ഈ ഭൂരിപക്ഷം വരുന്ന ടോക്സിക് ഫാനോളുകളെ അല്ല കേട്ടോ പറയുന്നത്. എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന വിഷയത്തിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം. കാരണം ഞാൻ പറയട്ടെ, ഒരാൾക്ക് ഒരു വിഷയം സംഭവിച്ചു, ആ ഒരാൾക്ക് ഒരു വിഷയം സംഭവിച്ചു, ആ വിഷയം ആ ആള് പറയാത്തിടത്തോളം മറ്റുള്ളവരുടെയൊക്കെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാണ്. നിങ്ങൾ ഇനി എന്തൊക്കെ തലകുത്തി കഥ അടിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞാലും ആത്മാഭിമാനത്തെ ബാധിക്കുകയാണ്. ബിഗ് ബോസിനകത്തെ ഏതെങ്കിലും ഒരു മത്സരാർത്ഥി സ്ത്രീ വന്ന് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി എന്ന് പബ്ലിക്കിൽ വന്ന് പറയാൻ, ഞാൻ ആ സ്ത്രീക്കൊപ്പം നിൽക്കും, ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ എണീറ്റ് നിന്നിട്ട്, അഖിൽ നിനക്കൊരു സല്യൂട്ട് ഉണ്ടടാ എന്ന് ഞാൻ പറയും. കാരണം എന്തെന്നറിയാവോ, ഇതിങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യപ്പെടണം. മാത്രവുമല്ല, ഇവിടെ നിങ്ങൾ അലിഗേഷൻ വെക്കുമ്പോ ബിഗ് ബോസിലെ മത്സരാർത്ഥികളുടെ സ്ത്രീകൾ ചോദ്യചിഹ്നത്തിലാണ്. ഇത് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് അത്രയ്ക്കും ഹാർട്ടിന് തുല്യം നടന്ന ഒരു സ്ത്രീ വരെ ഭയങ്കരമായ ബുള്ളിങ്ങിനാണ് ഇരയായിരിക്കുന്നത് നിങ്ങളെ സ്റ്റേറ്റ്മെന്റ് കാരണം. നിങ്ങളൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും ആത്മാർത്ഥമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവർ 3 ദിവസമായി അവരുടെ ഫാമിലി അവരൊക്കെ അനുഭവിക്കുന്ന മാനസികാവസ്ഥ, അവരെന്തോരം കഷ്ടത്തിലാണെന്നറിയാവോ അഖിൽമാരാർ? നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ? അവസ്ഥകൾ പലരുടെയും അവസ്ഥകൾ, ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ ബുള്ളിങ് നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ പറ്റിയിട്ട് ഞാൻ പറയാൻ ആളല്ല. പക്ഷെ ഞാൻ പറയും, ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, അവർക്ക് ഇങ്ങനെ ബുള്ളിങ്ങുകൾ ഉണ്ട് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന സാധനം ഒരു വീഡിയോ കൊണ്ടുവന്ന് ഇട്ടിട്ട്
അതിനും വാലും തുമ്പും ഇല്ലാതെ വന്നൊരു കഥ പറഞ്ഞാൽ അത് ബിഗ് ബോസിന്റെ പേരിൽ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോ അതിനൊക്കെയും പ്രൂഫ് ചോദിക്കും. ഉറപ്പായിട്ടും പ്രൂഫ് ചോദിക്കും. കാരണം ഇപ്പം നിൽക്കുന്നത് മുൾമുനയിൽ ഈ ബിഗ് ബോസ് മത്സരാർത്ഥികളായിട്ട് ഉണ്ടായിരുന്ന എക്സ് കണ്ടസ്റ്റന്റ് സ്ത്രീകളാണ്. ഓക്കെ, ആ സ്ത്രീകള് ആര്, ആ കിടന്നു കൊടുത്ത സ്ത്രീകളാര്, ആരെ പറ്റിയാണ് അഖിൽ പറഞ്ഞത്? അതിനെന്ത് തെളിവ്, അതിനെന്ത് പ്രൂഫ്? അഖിൽമാരാർ എന്ത് പ്രൂഫ്? മറ്റേ നിനക്ക് ഹോട്ടൽ അറിയാന്ന്, നീ ഹോട്ടലിൽ പോയാ കൂടെ? ഹോട്ടൽ അറിയാന്ന് അഖിൽമാരാർ ആ ഹോട്ടലിൽ കൂടെ പോയായിരുന്നു. പിന്നെ അഖിൽമാരാർ പറഞ്ഞ ഹോട്ടൽ അറിയാം, ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യണം. അഖിലെ, നീ ആരാണ് അഖില്? എന്താണ് അഖിലെ നിന്റെ പ്രൂവിങ്? ഒരു മര്യാദ കാണിരടേ, ഒരു മര്യാദ കാണിര്. ഇത്രയും കിടന്ന് ഇങ്ങനെ വന്ന് ഇന്ന് പ്രതികരിക്കുമ്പോ അത് എത്രമാത്രം സ്ത്രീകൾക്ക് മാനസികമായിട്ടും അവരുടെ എന്താ പറയാ, അവരുടെ ഇൻഡിവിജ്വാലിറ്റിയെയും അവരുടെ അഭിമാനത്തെയൊക്കെ ചോദ്യം ചെയ്ത അവസ്ഥയാണെന്നറിയാവോ? പാട്ട് പാടുന്ന അഖിൽമാരാറിന്റെ ഫാൻസ്, വെട്ടുകിളി കുട്ടംസ്, അഖിൽമാരാറിന്റെ ഫാൻസ് എനിക്ക് വെട്ടുകിളി കുട്ടംസ് ആണ് കേട്ടോ. കാരണം അഖിൽമാരാറിന്റെ ഫാൻസ് എന്നെങ്ങ് അവരാധിച്ച് കൊല്ലുകയാണ്. അന്ന് ഞാനങ്ങ് ചത്തുപോയി. അഖിൽമാരാറിന്റെ ഫാൻസ് എന്നെങ്ങ് അവരാധിച്ച് കൊല്ലുമ്പോ ഓരോ സ്റ്റേറ്റ്മെന്റുകൾ ഓരോ രീതിയിൽ ഇറക്കുമ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും, ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്സ് ആയിട്ടുള്ള സ്ത്രീകളെ പറ്റി പറഞ്ഞതിന്റെ പ്രൂഫ് ആരാണ് ചെയ്തത് എന്നുള്ളത് അഖിൽമാരാർ പറയണം. അത് ഇനിയും ചോദിച്ചുകൊണ്ടിരിക്കും. ഇനിയും പ്രൂഫ് ഇറക്ക്. ഈ ബിഗ് ഹൗസിനകത്തുള്ള കണ്ടസ്റ്റന്റ് വരുന്നത് വരെ ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കും. അഖില് ഇപ്പൊ വന്നേക്കുന്ന ഒരു സംഭവം അടിപൊളി കേട്ടോ, സൂപ്പറാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ കൗശുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടും ഇങ്ങനെ പ്രശ്നങ്ങളിലൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ കൊണ്ടുവന്നത് ഭയങ്കര സന്തോഷം. അഖിൽമാരാർ ദിലീപിനെ പോലുള്ള ഒരാളിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിക്ടിമായിട്ടുള്ള സ്ത്രീയെ തിരസ്കരിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും അഖിൽമാരാർ ഇപ്പോ സ്ത്രീകളെ നടത്താൻ, അതായത് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് അഖിൽമാരാറിനെ സ്വയം വെള്ളപൂശി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പൊറാട്ട നാടകം വളരെ നന്നായിട്ടുണ്ട്. സൂപ്പർ, കീപ് ഗോയിങ് ഓൺ അഖിൽമാരാർ. ബട്ട് അഖിൽമാരാർ പറഞ്ഞേ പറ്റുള്ളൂ കേട്ടോ. അഖിൽമാരാർ പറഞ്ഞേ പറ്റുള്ളൂ. ഇതിനകത്തെ സ്ത്രീകളെ പറ്റി പറഞ്ഞത്, ബിഗ് ബോസ് ഹൗസിനകത്തെ സ്ത്രീകളെ പറ്റി പറഞ്ഞത്. അപ്പം ഇനിയും വരാൻ കേട്ടോ. എന്റെ അടുത്ത് കുറെ പേര് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി നിങ്ങൾ കണ്ടില്ലേ ലാസ്റ്റ് വീഡിയോ, ആള് വന്നു. ഞാൻ ബിഗ് ബോസിൽ കണ്ടിട്ടില്ല കുട്ടീനെ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ബിഗ് ബോസിൽ കണ്ടിട്ടില്ല. ഓക്കെ, എന്റെ ഒപ്പീനിയനാണ്. ഞാൻ ആ കുട്ടിയെ ബിഗ് ബോസിൽ കണ്ടിട്ടില്ല. ബിഗ് ബോസിലെ മത്സരാർത്ഥികളായ സ്ത്രീകൾ എന്നാ പറഞ്ഞത്. ഓക്കെ, വീണ്ടും പറയും, ബിഗ് ബോസിലെ മത്സരാർത്ഥികളായ സ്ത്രീകൾ എവിടെയത്? ബൈ.